ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസബ് ജമീൽ. അപ്പോൾ ഗായ്സ്, ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഇതേപോലെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സുധീർ ഖാൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗെദർ നടത്തുന്നത്. ഗായ്സ്, കുറേ പാട്ട് പരിപാടി ഇതേപോലെ നമ്മൾ ഇതിന് മുമ്പ് കുറേ പോയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗായ്സ്. ഇതേപോലെ നമ്മൾ ഇവരുടെ തന്നെ ഹൗസ് വാമിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭാര്യൻ്റെ വീട്ടുകാർക്കായിരുന്നു കേട്ടോ ആ ഹൗസ് വാമിങ്. ഈ ഫാമിലി ഗെറ്റ് ടുഗദർ വെക്കുന്നത് എല്ലാ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ബന്ധങ്ങൾ കൂടാൻ വേണ്ടിയിട്ടാണ് ഗായ്സ്. പിന്നെ നിങ്ങളും എല്ലാ സൺഡേയും അല്ല, ഒരു മാസത്തിൽ ഒരു സൺഡേ ഇതേപോലെ വെക്കാറുണ്ട്. നിങ്ങളും ഇതേപോലെ വല്ല ഫാമിലി ഗെറ്റ് ടുഗദറിനും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ്. പവർ വരട്ടെ ഗൈസ്. കുറേ പാട്ടൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണുക ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം 3.7K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. റോഡ് ടു 4K. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഗൈസ്. ഇതവിടെ എല്ലാവരും ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരുടെയും. എൻ്റെ ടീച്ചർ കയ്യിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. മുർഷിദ ടീച്ചർ എല്ലാവരും വരുന്നുണ്ട് ഏകദേശം. ഇതപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. വാപ്പയും പപ്പയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് വേറെ വീട്ടിൽ നിന്നും വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ആരെങ്കിലും വരാത്തുണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഗൈസ്. ഇതവിടെ ഉമ്മ ബാക്കിലിരിക്കുന്നുണ്ട്, ഉമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗേൾസിന് ആ സൈഡും ബാക്കുമാണ്, ബോയ്സ് ഇവിടെ. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ ഗൈസ്. അപ്പോൾ ഗൈസ്, പിന്നെ ഇത് റിസോർട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസ്. നല്ല കാറ്റും പിന്നെ മാങ്ങയുണ്ട് ഗൈസ്, നല്ല പച്ച മാങ്ങ ഗൈസ്. ഫുൾ അടിപൊളിയാണ്, റിസോർട്ടിൽ പോയ പോലെയാണ് കേട്ടോ. ബാക്ക് സൈഡ് ഫുൾ രസമാണ്. തിരുവാക്യം പുലരുമെന്ന് ലവലേശം മടിക്കാതെ മഹമൂദോദി കനലിൽ ചുവപ്പിന്റെ വർണ്ണം ചാർത്തി കനവു കാണാ കര കടന്നൊരു കുഴൽ കാത്തെത്തി മരുഭൂവിൽ മണൽ കാറ്റും നടന്നും നേരം മദീനയിൽ ഇഫ്തിന്റെ പൊടി പടർന്നു വികൽപ്പത്തിൻ മിഴികളിൽ തളരാതെ ആയിഷ സമാഴിഞ്ഞോടയവന്റെ ഹുക്മ കേട്ട് സമദോനൽ ഹന്ദിന് നിലയുറച്ച് ഏറെ കാലം റസൂലത്ത് സഹവസിച്ച് ആവതോളം ഹദീസുകൾ പറഞ്ഞു വച്ച് സിദ്ദീഖിന്റെ മറവിൽ നയിച്ചുള്ള മജ്‌ലിസ് പുലമായി നിറയുന്ന വളർന്നു വന്ന
കനവു കാണാ കര കടന്നൊരു കുളിർക്കാറ്റെത്തി बरसाते इश्क़ की स्याहियाँ रंग जाऊँ हारी मैं तुझ पे मैं जर जाऊँ हारी खून पिया बस्तरी में हो सादिया माहिया बरसा दे इश्क़ की स्याहियाँ मैं रेत सी बूंद का जरिया तू पाके तुझे भीग जाऊँ रे मैं रेत सी बूंद का जरिया तू पाके तुझे भीग जाऊँ रे मैं तर जाऊँ तर जाऊँ तेरे आगे तर जाऊँ रे इश्क़ ये पाके मैं तेरा निखर जाऊँ रे पिया बस्तरी में हो झूले टोकरी में करी में थैंक यू കൂട്ടുകാരെ, നിങ്ങൾക്ക് യൂനുസ് നബിയെ തിമിംഗലം പിടിച്ച കഥ അറിയോ? ആ കഥയാണ് ഞാൻ എന്നോട് പറയാൻ പോകുന്നത്. പണ്ട് യൂനുസ് നബി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹു എനിക്കിവിടെ നിന്ന് മടുത്തു, എല്ലാവരെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷെ ആരും എൻ്റെ കൂടെ വന്നില്ല, എന്നെ എല്ലാവരും കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും നാട്ടിലോട്ട് പോയിക്കോട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഒരു മറുപടിയും കൊടുത്തില്ല. യൂനുസ് നബി അള്ളാഹുവിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പിറ്റേ ദിവസം തന്നെ കപ്പലിൽ കയറി പോകാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം കപ്പൽ കയറി ശാന്തമായ കടൽ. അവർ സുഖമായി മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് തിരമാലകളാഞ്ഞടിച്ചു കപ്പലാകെ ഇളകി മറിയാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചു. ആ വണ്ടിയിലെ ഒരാൾ പറഞ്ഞു, ഈ കപ്പലിൽ ഒരു ചീത്ത ആള് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അവർ നറുക്കിട്ട് നോക്കി. ഫസ്റ്റ് നറുക്കിട്ടപ്പോൾ യൂനുസ് നബിയുടെ പേരാ വന്നു. അവർ വീണ്ടും നറുക്കിട്ടു. അപ്പോഴും യൂനുസ് നബിയുടെ പേരാ വന്നു. അവർ വിചാരിച്ചു, യൂനുസ് നബി നല്ല മനുഷ്യനല്ലേ, പിന്നെ എങ്ങനെ വരും? വീണ്ടും നറുക്കിട്ടു. അപ്പോഴും യൂനുസ് നബിയുടെ പേര് തന്നെ. അപ്പൊ അവർ യൂനുസ് നബിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തിരമാലകൾ അടങ്ങി അവർ സുഖമായി പോയി. കപ്പലിൽ വീണ യൂനുസ് നബിയുടെ അവസ്ഥ എന്താ? അപ്പോൾ തന്നെ ഒരു തിമിംഗലം വന്ന് യൂനുസ് നബിയെ വിഴുങ്ങി. വയറ്റിൽ കിടന്ന യൂനുസ് നബി പേടിച്ചു. അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹു മറുപടി കേട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ യൂനുസ് നബിയെ വിഴുങ്ങിയ തിമിംഗലത്തിന് വല്ലാത്ത വയറുവേദന. തിമിംഗലം തീരത്തിന്റെ അടുത്തേക്ക് പോയി അവിടെ ഛർദിച്ചു. ഛർദിച്ച വായയിലൂടെ യൂനുസ് നബി പുറത്തേക്ക് വന്നു. യൂനുസ് നബിയുടെ വയറുവേദനയും മാറി. തിമിംഗലത്തിന്റെ വയറുവേദനയും മാറി. യൂനുസ് നബി രക്ഷപ്പെടുന്നു. ചോര കൺമുയൽ ഇങ്ങു നീലത്തുരുത്തിലെ നീർപ്പ
നബി വളരെ ഒരു നാള് ചെറുപ്പത്തിൽ ശ്രീ വളർന്ന മകനെ യൂസുഫ് നബി ഒരു വലുതായി പാല് വിളിച്ച് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗൈസ്. എല്ലാ പാട്ടും കേട്ടു, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.